നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന് സൂചന. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂറനാട് സ്വദേശിനി അനുജ, ചാരമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 അപകടം. തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ. ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്ത് നിന്നും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞത്. സംശയം തോന്നിയതോടെ സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഇതിനിടെ അടൂർ പട്ടായമുക്കിൽ വെച്ച് അപകടവുമുണ്ടായി. वहाँ पे रोड साइड कार आई थी। फादर बता रहा जैसे मेरा रोड साइड कार आके और गाड़ी में टकराई है जी। हमारी गाड़ी तो वहाँ पे रुक गई है, आराम से कंट्रोल कर लिया हमने जी। वहाँ पे 40 स्पीड पे गाड़ी वहाँ कंट्रोल कर ली जी. കാർ അമിത വേഗത്തിൽ ഓടിച്ച് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് സൂചന. വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തി. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മരൂർ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് മദ്യം കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു. ഈ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ്. ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ ടീച്ചറിനെ പിടിച്ചിറക്കിയതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അനുജ വിവാഹിതയാണ്. 11 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അടൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. 24 പത്തനംതിട്ട. പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴും ദുരൂഹതകൾ ഒഴിയുന്നില്ല. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ 2 പേരുടെയും വീട്ടുകാർക്ക് അറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കീമിന്റെ പ്രതികരണം. ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അനുജയുടെ കുടുംബ വീട്. പിതാവും മൂത്ത സഹോദരനുമാണ് ഇവിടെ താമസം. 1.5 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്കായി അനുജ തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നാണ് തുമ്പമണിലെ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. നാളെ കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരൂഹ മരണം. ഹാഷിം ആരാണെന്ന് അനുജയുടെ കുടുംബത്തിന് അറിയില്ല. പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ. അനുജയുടെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് നാടും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അനുജയുടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ചാരുമൂട്ടിലാണ് ഹാഷിമിന്റെ വീട്. ഇന്നലെ രാത്രി 9:15 ഹാഷിമിനെ ആരോ ഫോണിൽ വിളിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഫോൺ കോളിന് പിന്നാലെ ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മകൻ പോയതെന്ന് ഹാഷിമിന്റെ മാതാവ് പറയുന്നു. പിന്നെ കേൾക്കുന്നത് അപകട വാർത്ത. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്ന് മാത്രം അവർ പറയുന്നു, ഹാഷിം ആത്മഹത്യ ചെയ്യില്ല. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. ഹാഷിമിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടെ വീട്ടിലെത്തിക്കും. അനുജയുടെ മൃതദേഹം നാളെ നൂറനാട് കുടുംബ വീട്ടിലും എത്തിക്കും. 24 ആലപ്പുഴ. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം.
പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ട് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന് പിന്നാലെ CPIM-നും CPI-ക്കും തൃണമൂൽ കോൺഗ്രസ് നേതാവിനും നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. CPIM-ന് 15.59 കോടി രൂപയും CPI-ക്ക് 11 കോടിയും പിഴ ചുമത്തിയാണ് നോട്ടീസ്. ആദായ നികുതി വകുപ്പിന്റെ പുനർനിർണയത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. 2016-17 വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചതിൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് CPIM-ന് നോട്ടീസ്. ഒരു അക്കൗണ്ട് നമ്പർ വിട്ടുപോയതിലാണ് കനത്ത പിഴ. 24 കോടി രൂപ ലഭിച്ചതിലാണ് കഴിഞ്ഞ വർഷം 15.59 കോടി രൂപ പിഴയിട്ടത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ CPIM ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. 2014-18 കാലയളവിൽ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പഴയ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലാണ് CPI-ക്ക് 23 കോടി രൂപ പിഴ ചുമത്തിയത്. CPI-യും നിയമ നടപടി ആരംഭിച്ചു. 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം 1823 കോടി രൂപയുടെ പുതിയ നോട്ടീസാണ് കോൺഗ്രസിന് നൽകിയത്. 692 കോടി പലിശ മാത്രം അടയ്ക്കണം. ഡൽഹി ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് കോടതി അവധിക്ക് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. BJP-യിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 4600 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ആദായ നികുതി നിയമങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും BJP ലംഘിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. कि 2017-18 के अंदर बीजेपी ने 1297 लोगों के डोनेशन जिन्होंने दिए हैं उनका कोई एड्रेस, उनका कोई पता नहीं दिया, सिर्फ नाम लिखा और छोड़ दिया. 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകളാണ് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെക്ക് ലഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് AICC ആഹ്വാനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 24 ഡൽഹി. BJP-യുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും വേട്ടയാടലുമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. CPI-ക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി ചിരിയോടെ മാത്രമേ കാണാനാകൂ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന്റെ ഭീതിയാണ് കേന്ദ്ര സർക്കാരിനെന്നും രാഷ്ട്രീയ പോരാട്ടത്തിൽ മറുപടി രാഷ്ട്രീയമായാണ് പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ ഫലമായ വേട്ടയാടൽ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. ഏതോ ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് CPI-ക്ക് നോട്ടീസ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പിഴ പറയുന്നത് 11 കോടിയാണ്. ആരും ചിരിക്കും. CPI-യുടെ നിക്ഷേപം ചിലപ്പോൾ അത്ര കാണും, മൊത്തം നിക്ഷേപം. അത്രയും പൈസ പിഴ അടക്കാൻ പറയുന്നൊരു BJP ഗവൺമെൻറ്റിനെ പറ്റി ചിരിക്കാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ നമുക്ക് 2 വഴിക്ക് നേരിടാം. ഒന്ന് രാഷ്ട്രീയ വഴിക്ക്, അത് ചെയ്യും CPI. 2 നിയമത്തിൻ്റെ വഴിക്ക്, ആ വഴിയും CPI ആരായും. ഇത് പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പൊറിപ്പിക്കാവുന്ന കാര്യമല്ല. സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന് ഓരോ നിമിഷവും മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് അതിൻ്റെ ഭയപ്പാടിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ തരം കിടന്നാക്രമണങ്ങളും വിക്രികളുമാണിത്. ഈ വിക്രികളുടെ എല്ലാം ഇരയായിട്ട് ഓരോ പ്രതിപക്ഷ പാർട്ടിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തുടർച്ചയായി പ്രതിപക്ഷ പാർട്ടികൾക്ക് അയക്കുന്ന നോട്ടീസ് അതെന്തിന്റെ സൂചനയാണ് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്? അനുജ, ഇക്കാര്യത്തിൽ CPI സംബന്ധിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് BJP പുലർത്തുന്ന അന്ധമായ രാഷ്ട്രീയ വിരോധം അത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം CPI-യുടെ മൊത്തം നിക്ഷേപം 11 കോടിയെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നടപടിയെ പരിഹാസത്തോടെയും അതേപോലെ തന്നെ ചിരിയോടെയും കാണാൻ കഴിയുകയുള്ളൂ എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന് ഭീതിയാണ് BJP കേന്ദ്ര സർക്കാരിന്. മാത്രമല്ല, ജനങ്ങൾ BJP സർക്കാരിന് വിരുദ്ധമായപ്പോൾ തെരഞ്ഞെടുപ്പിലടക്കം ശ്രദ്ധ തിരിക്കാനുള്ള BJP-യുടെ തിരക്കിട്ട നീക്കമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഷ്ട്രീയമായിട്ടാണ് മറുപടി പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരെ BJP ഭയം കൊണ്ട് വേട്ടയാടുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെ നിശബ്ദരാക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു. കള്ളക്കേസുകളടക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നേരിടാനുള്ള രാഷ്ട്രീയ ആർജവും ആശയദാർഢ്യവും ഉണ്ടെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിലുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, അതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. മറ്റൊരു റിപ്പോർട്ട്, ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 26 ഇടങ്ങളിൽ മത്സരിക്കും. കോൺഗ്രസിന് 9ഉം ഇടത് പാർട്ടികൾക്ക് 5 സീറ്റുകളും ലഭിച്ചു. മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനത്തിൽ തർക്കപരിഹാരം നീളുകയാണ്.
40 മണ്ഡലങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനമാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം പൂർത്തിയാക്കിയത്. RJDയുടെ പട്നയിലെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപനം. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. प्रधानमंत्री के रूप में राहुल गांधी जी को देखना चाहता हूं। मेरा संकल्प है जनता की भावनाओं के साथ खड़े रहकर राहुल गांधी जी को इस देश का प्रधानमंत्री बनाना। मेरा संकल्प, पूरा संकल्प इस देश का है राहुल गांधी जी को देश का प्रधानमंत्री बनाना। CPIയും CPIMഉം ഒരേ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 4 സീറ്റ് ചോദിച്ച CPI-MLന് 3 സീറ്റ്. പൂർണിയ, ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള സീറ്റുകൾക്കായി കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും ലഭിച്ചിട്ടില്ല. പപ്പു യാദവിനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ച മണ്ഡലമാണ് പൂർണിയ. അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിനുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ്. മുംബൈയിലെ 6ൽ 5 സീറ്റിലും മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. മുംബൈ നോർത്തിലും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് പ്രഖ്യാപനം. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ സേന നടത്തിയ അവകാശവാദ തർക്കം കൂടുതൽ രൂക്ഷമാക്കും. 24 മുംബൈ. പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അഭിപ്രായപ്പെട്ടു. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലും വിമർശിച്ചു. എന്നാൽ CAA പ്രചരണായുധമാക്കിയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് ക്രൂരമായ അതിക്രമങ്ങളെന്ന് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ വിമർശനം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ജെ നെറ്റോ. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊണ്ട് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണ് നിയമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ മറുപടി. CAA ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല. CAA പൗരത്വം നൽകാനുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ വിമർശനം തള്ളി കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. പള്ളികളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ആയിരങ്ങളാണ് മലയാറ്റൂർ മല ചവിട്ടാനെത്തിയത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ കുരിശുമേന്തി പൊന്മല കയറാനെത്തിയത് നിരവധി പേർ. വിശുദ്ധവാരാരംഭത്തോടെ മലയാറ്റൂരിൽ ആരംഭിച്ച തിരക്ക് ദുഃഖവെള്ളി ദിനത്തിൽ ഇരട്ടിയായി. എപ്പോ കയറാൻ തുടങ്ങിയപ്പോ? രാവിലെ 6 മണിക്ക് കുഞ്ഞൊക്കെ ആയിട്ട് കയറി ഇറങ്ങി. ഞാൻ സമയം കിട്ടുന്ന സമയത്തൊക്കെ വരാറുണ്ട്. നല്ല ചൂട് സമയം കൂടി, നല്ല ചൂട്, നല്ല സമയമാണ്. ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരത്ത് വിവിധ പള്ളികളുടെയും സഭകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായി കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിൽ എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. കോട്ടയത്ത് ഇടവകയായ SH മൗണ്ട് പള്ളിയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും മൂവാറ്റുപുഴയിലെ പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജുമെത്തി. കുരിശുമരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും സ്മരണയിൽ ആയിരങ്ങളാണ് മലയാറ്റൂരിലേക്ക് എത്തിയത്. ഉയർപ്പിന്റെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ഇനി ഈസ്റ്റർ ആചരിക്കും. മലയാറ്റൂരിൽ നിന്ന് ക്യാമറാമാൻ അബിത്തിനൊപ്പം വിനീത VG 24.
ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ അതിക്രമം കാട്ടിയ ആളെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കർണാടക സ്വദേശിയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ ED BJPക്ക് ചോർത്തി നൽകുകയാണെന്ന് ആം ആദ്മി പാർട്ടി. ഫോൺ പരിശോധിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനാണെന്ന് മന്ത്രി അതിഷി. കെജ്രിവാളിന്റെ അറസ്റ്റിലും കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയിലും ആശങ്കയറിയിച്ച ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. വ്യവസായി സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ച പണം വെട്ടിക്കൽ ആരോപണത്തിൽ AAP നേതാവ് സത്യേന്ദർ ജെയിനെതിരെ CBI അന്വേഷണം നടത്തും. മദ്യനയ അഴിമതി കേസിൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പാസ്വേഡ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ED. പാസ്വേഡ് ED ചോദിക്കുന്നത് BJPക്കായി വിവരങ്ങൾ ചോർത്താനാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചു. പാർട്ടിയുടെ പ്രചാരണ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഫോണിലുണ്ടെന്നും അതിഷി. वो जानना चाहती हैं कि जो इंडिया अलायंस ने देश भर में चुनावी सर्वे करवाए हैं वो सर्वे क्या कह रहे हैं, इसलिए अरविंद केजरीवाल जी के फोन का पासवर्ड ED को नहीं भारतीय जनता पार्टी को चाहिए. കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിന് വേണ്ടി വൈകാരികമായാണ് ഭാര്യ സുനിത കേജ്രിവാൾ സംസാരിച്ചത്. കേജ്രിവാൾക്കോ ആശീർവാദ് ദോ എന്ന പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു. പിന്തുണ സന്ദേശങ്ങൾ അയക്കാൻ വാട്സ്ആപ്പ് നമ്പരും തയ്യാറാക്കി. आपने अरविंद जी को अपना भाई अपना बेटा कहा है, क्या इस लड़ाई में आप अपने भाई अपने बेटे का साथ नहीं देंगे? मुझे पूरा विश्वास है कि हम सब साथ मिलकर ये लड़ाई लड़ेंगे. പോലീസ് അനുമതി നിഷേധിച്ചതോടെ BJP ആസ്ഥാനത്തേക്ക് ഇന്ന് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ചിൽ നിന്ന് ഇന്ത്യ മുന്നണി പിന്മാറി. പകരം ഡൽഹി മന്ത്രിമാർ വീടുകൾ സന്ദർശിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തു. ഡൽഹിയിൽ ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ മഹാറാലിക്ക് പോലീസ് അനുമതി ലഭിച്ചു. മഹാറാലിയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, RJD നേതാവ് തേജസ്വി യാദവ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. കേജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്കയ്ക്കും ജർമ്മനിക്കും പിന്നാലെ ആശങ്ക അറിയിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN വക്താവ് പ്രതികരിച്ചു. 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിൽ. പഴയ കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന കർണാടക സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇയാൾ പ്രതിയാണോ എന്ന് സംശയിക്കത്തക്ക എന്ത് തെളിവ് പോലീസിനുണ്ട്? ഇയാളെ ചോദ്യം ചെയ്യുകയാണോ? പോലീസ് നൽകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇക്കാര്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇയാൾ തന്നെയാണോ പ്രതി എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് നിരവധി CCTV ദൃശ്യങ്ങൾ പയ്യാമ്പലം കേന്ദ്രീകരിച്ച് പോലീസ് ശേഖരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ, അതായത് ഈ കൃത്യം നടന്നു എന്ന് കരുതുന്ന ഘട്ടത്തിൽ ഇതുവഴി കടന്നുപോയ നിരവധി പേരുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ സംശയകരമായ രൂപത്തിൽ കടന്നുപോയ ആളെയാണ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ നഗരത്തിൽ ഈ ഇത്തരത്തിൽ കുപ്പികളും മറ്റും ഉപേക്ഷിക്കപ്പെടുന്ന കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നയാളാണ്. കർണാടക സ്വദേശിയാണ് ഇയാൾ. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതാണ് സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ ലാബ് റിസൾട്ട് അന്തിമ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം കാട്ടിയ ആൾ എന്ന് സംശയിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. കർണാടക സ്വദേശിയാണ്. പഴയ കുപ്പികൾ വിൽപ്പന നടത്തുന്നയാളാണ്. ഇയാൾ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഒഴിച്ചത് സ്മൃതി കുടീരങ്ങൾക്ക് മേൽ എന്നൊരു സംശയമാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ തന്നെയാണോ പ്രതി എന്നതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.